അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന ഹബീബിന മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള പ്രവാചകന്മാരുടെ ഉമ്മത്തിലെ ജനങ്ങൾക്കൊക്കെ ആയുസ്സിൽ ഒരുപാട് നീട്ടം ലഭിച്ചിട്ടുണ്ടായിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ ജീവിച്ച കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ കാലഘട്ടം പോലും 950 വർഷക്കാലമൊക്കെ നീണ്ടു നിൽക്കുന്നു എന്ന് ഹദീസുകളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അവർക്കൊക്കെ അമലുസ്വാലിഹാത്തുകൾ ചെയ്യുവാൻ ലഭിച്ചിരുന്ന ആയുസ് ഒരുപാട് നീണ്ടതായിരുന്നു, അഥവാ ഒരുപാട് സമയം അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ജനങ്ങളായ നമുക്ക് ലഭിക്കുന്ന ആയുസ് വളരെ കുറവാണ്. അത്രക്കൊന്നും ആയുസ് നമുക്ക് ലഭിക്കുന്നില്ല. 100 വയസ്സൊക്കെയാണ് പരമാവധി ആളുകൾ, അതും ആരോഗ്യമില്ലാത്ത ജീവിതമാണ് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കുണ്ടാകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ദഅവത്തും അതുപോലെ തന്നെ ഇബാദത്തും ഒക്കെ നമുക്ക് ചെയ്യുവാനുള്ള ഒരു സമയം, ആ ഒരു ആരോഗ്യമുള്ള സമയം നമുക്ക് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ കാലഘട്ടമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവിടെയാണ് പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പരിശുദ്ധ റമളാൻ മാസം പോലെയുള്ള ചില അവസരങ്ങൾ, ചില ഓഫറുകൾ നമുക്ക് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് വലിയ കൂലികളെ നേടിയെടുക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അഥവാ പരിശുദ്ധ റമളാൻ മാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെ പോലെയല്ല, മറിച്ച് അതിന് വലിയ കൂലികളാണ് നമുക്ക് പരിശുദ്ധ ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത്. അത്തരത്തിൽ പരിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും ബന്ധപ്പെടുന്ന, ഏറ്റവും കൂടുതൽ അധികം പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത്. പരിശുദ്ധ റമളാൻ മാസത്തിനെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫലിയസും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും നിങ്ങൾക്ക് നാം പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ച മാസമാകുന്നു പരിശുദ്ധ റമളാൻ മാസം എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അഥവാ പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമളാൻ മാസവും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെ പറ്റിയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് സൂചന നൽകുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ എന്തുമായി ബന്ധപ്പെടുന്നു അതെല്ലാം അനുഗ്രഹീതമായി മാറുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല സ്ഥലം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മക്ക എന്ന സ്ഥലമാണ്. ഏറ്റവും നല്ല മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും നല്ല പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഏറ്റവും നല്ല മാസം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ റമളാൻ മാസമാണ്. ഏറ്റവും നല്ല രാത്രി എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ഖുർആനുമായിക്കൊണ്ട് ബന്ധപ്പെടുന്നതെല്ലാം അനുഗ്രഹീതമായിക്കൊണ്ട് മാറുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുവാൻ, ഖുർആൻ മനനം ചെയ്യുവാൻ, ഖുർആനിനെ കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ഖുർആൻ പാരായണം ചെയ്യുവാനൊക്കെ പരിശുദ്ധ റമളാനെ നമ്മൾ പരമാവധി സമയം കണ്ടുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും റമളാനിലെ ഓരോ രാത്രിയിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായിക്കൊണ്ട് ഖുർആൻ ഒത്തുനോക്കാറുണ്ടായിരുന്നു എന്ന് ഹദീത്തുകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ ഒന്നുകൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. മറ്റുള്ള മാസങ്ങളെക്കാൾ അധികം ഒന്നുകൂടി നമ്മൾ പരിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നവരാണ്. എങ്കിൽ കൂടി നമ്മൾ പരിശുദ്ധ ഖുർആനിനെ കൃത്യമായിക്കൊണ്ട് ചില പ്ലാനുകൾ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് അതിനെ ഖത്തം തീർക്കുവാനൊക്കെ നമ്മുടെ പ്ലാനുകളിൽ ഏറ്റവും ആദ്യം കടന്നു വരേണ്ടുന്ന കാര്യമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങൾ പാരായണം ചെയ്യുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അവന് 10 കൂലിയുണ്ട് എന്നാണ്. അഥവാ അലിഫ് ലാം മീം എന്നൊരു വ്യക്തി പറയുകയാണെന്നുണ്ടെങ്കിൽ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അവൻ അലിഫ് എന്ന് പറഞ്ഞത് ഒരു ഹർഫാണ്, അവൻ ലാം എന്ന് പറഞ്ഞതൊരു ഹർഫാണ്, മീം എന്ന് പറഞ്ഞതൊരു ഹർഫാണ്. അഥവാ 30 കൂലി അവന് ലഭിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ആ ഒരു വിഷയം റമളാനിലാകുമ്പോൾ അതിന് മഹനീയത വർദ്ധിക്കുകയാണ്, അതിന് മഹത്വം കൂടുകയാണ് എന്നുള്ളതാണ്. നമ്മൾ പാരായണം ചെയ്യുന്ന ഒരക്ഷരത്തിന് നമുക്ക് ഒരാൾ 1000 രൂപ വെച്ച് തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു വലിയ ആവേശമായിരിക്കും. പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ ഓഫറാണ്. പരിശുദ്ധ റമളാൻ മാസത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഓഫറിൻ്റെ കാഠിന്യത വർദ്ധിക്കുന്നു, അതിൻ്റെ മഹത്വം വർദ്ധിക്കുന്നു. അതിന് നമ്മൾ ഒന്നുകൂടി സജീവമായിക്കൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി പാരായണം ചെയ്യുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിക്കൊണ്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയതലങ്ങളെ കൂടി പഠിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു പ്ലാന് നമ്മൾ അതിനും നമ്മൾ കാണേണ്ടതുണ്ട്.
പരിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാന പരീക്ഷകൾ പോലുള്ള അവസരങ്ങളൊക്കെ അതിനുള്ള പ്രചോദനങ്ങളാണ്. അതിലൊക്കെ നമ്മൾ നിർബന്ധമായിക്കൊണ്ടും പങ്കെടുക്കുക. അതിലപ്പുറം നമ്മൾ പരിശുദ്ധ ഖുർആൻ്റെ ആശയതലങ്ങൾ പഠിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.